ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇപ്പോൾ സമയം പുലർച്ചെ 5:30 മണിയായി. 5 മണിക്കാണ് കേട്ടോ അലാറം വെച്ചത്. പക്ഷേ എനിക്ക് രാവിലെ ഭയങ്കര മടിയാണ് കേട്ടോ എഴുന്നേൽക്കാൻ വേണ്ടി. അങ്ങനെ 5 മണിക്കുള്ള അലാറം വെച്ച് ഓഫാക്കി 5:30 ആകുമ്പോൾ എഴുന്നേറ്റു. ഏട്ടൻ ഇന്ന് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ 5:30ക്ക് എഴുന്നേറ്റാൽ മാത്രമേ ഏട്ടന് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ റെഡിയാക്കാൻ പറ്റൂ. ഉറക്കക്ഷീണം മാറാൻ മുഖം കഴുകി ഇനി ബ്രഷ് ചെയ്യണം. ഞാൻ ബ്രഷ് ചെയ്ത ശേഷമാണ് കേട്ടോ അടുക്കളയിലേക്ക് കയറുക. ഞങ്ങളുടെ അടുക്കള പുറത്താണ് കേട്ടോ. ഞങ്ങൾ വേറെ തന്നെ അടുക്കള കെട്ടിയതാണ്. അങ്ങനെ മെല്ലെ അടുക്കളയിലേക്ക് കയറി. അപ്പോൾ ആദ്യം തന്നെ പാത്രമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാം. പാത്രമൊക്കെ തുണി കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ പല്ലി ശല്യം കൂടുതലാണ്. ഇനി അടുപ്പൊക്കെ അടിച്ച് വൃത്തിയാക്കാം. രാത്രി അടുപ്പൊക്കെ വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ കിടക്കാറുള്ളത്. എങ്കിൽ പോലും രാവിലെ എഴുന്നേറ്റ് വീണ്ടും അടിക്കാറുണ്ട്. എന്നാന്ന് വെച്ചാൽ മുകളിൽ ഷീറ്റാണുള്ളത്. അപ്പം ഈ കാറ്റെല്ലാം അടിക്കുമ്പം മുകളിലെ പൊടിയൊക്കെ അടുപ്പിൻ്റെ മുകളിൽ വീഴുന്നതുകൊണ്ട് രാവിലെ ഒന്നുകൂടി അടിച്ച് വൃത്തിയാക്കും. കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കണം. അത് ഗ്യാസിൽ വെച്ചു. അടുപ്പിലെ ചാരം ഒന്ന് വാരി മാറ്റാം. ചോറിനുള്ള വെള്ളം വെക്കണം. ചോറിനുള്ള വെള്ളം അവിടെ തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് വീടിനുള്ളിലുള്ള അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. കുടിക്കാനുള്ള വെള്ളം അപ്പുറം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ഈ പാത്രത്തിലേക്കാണ് മാറ്റേണ്ടത്. ആ പാത്രമൊക്കെ ഒന്ന് കഴുകണം. അതിനു മുമ്പ് നമുക്ക് ഈ ഫ്ലോറൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാം. അടുക്കളയായ ഇതാണ് കുഴപ്പം. ഞങ്ങൾ അടുക്കള രണ്ടും രാവിലെ തന്നെ ക്ലീൻ ചെയ്യും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഭയങ്കര പല്ലി ശല്യമാണ്. അപ്പം ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്തിട്ട് ബാക്കി പണിയൊക്കെ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കാം. ഇവിടെ ആർക്കും രാവിലെ എഴുന്നേറ്റ് കട്ടൻ ചായ കുടിക്കുന്ന ശീലമൊന്നുമില്ല കേട്ടോ. പകരം എല്ലാവരും എഴുന്നേറ്റപ്പോൾ തന്നെ ചൂടുവെള്ളമാണ് കുടിക്കുക. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ വെള്ളം തിളപ്പിച്ച് വയ്ക്കും. ഇവരെഴുന്നേൽക്കുമ്പോഴേക്കും ചൂടാറണം വെള്ളം. പാത്രം കഴുകി തീർന്നപ്പോൾ തന്നെ വാഷ് ബേസും കൂടി ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോഴേക്കും അപ്പുറത്ത് വെള്ളം തിളക്കുന്നുണ്ട്. ഇനി ആ വെള്ളമെടുത്ത് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റണം. വെള്ളം പാത്രത്തിലേക്ക് മാറ്റി അടച്ചു വെച്ചു. ഇനി അടുക്കള ഒന്ന് അടിച്ചു വാരാം. അപ്പോഴേക്കും ചോറിനുള്ള വെള്ളവും തിളച്ചു. കല്ലും നെല്ലൊക്കെ മാറ്റി അരി ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് അളന്നിട്ടെടുക്കാം. ഇവിടെ എല്ലാവർക്കും റേഷൻ അരിയാണ് കേട്ടോ ഇഷ്ടം. അതാവുമ്പം വേവ് കുറവാണല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതുപോലെ ജോലിക്ക് പോകുന്നവർക്കും സ്കൂളിൽ പോകുന്നവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമാണല്ലോ.
ഇനി പൂജാമുറി ഒന്ന് വൃത്തിയാക്കണം. ഞങ്ങൾ എല്ലാ ദിവസവും 2 നേരം പൂജാമുറി തുടക്കും, അതുപോലെ തന്നെ വിളക്കും വെക്കാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും കിണ്ടിയും കഴുകി വൃത്തിയാക്കി അതിൽ വെള്ളം എടുത്തു വെക്കും. മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ കിണറ്റിൽ നിന്ന് എടുക്കുന്ന ആദ്യത്തെ വെള്ളം ഈ കിണ്ടിയിൽ ഒഴിച്ച് വെക്കാറുണ്ട്. ബോർവെല്ലായ ശേഷം പിന്നെ ആ ശീലമൊക്കെ മാറ്റി ബോർവെല്ലിലെ വെള്ളം തന്നെയാണ് കിണ്ടിയിൽ ഒഴിച്ച് വെക്കുക. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഇനി ചായക്കടി ഉണ്ടാക്കണം. ഇന്ന് ദോശയാണ് ഇവിടെ പലഹാരം. അപ്പോൾ അതിനുള്ള തേങ്ങയാണ് ചിരകുന്നത്. ഇനി അരി അരക്കണം. അപ്പോൾ അതിന് അരി കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ അരി അരച്ച് കഴിഞ്ഞു. അത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോഴേക്കും അരി വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് വാർക്കണം. അതിനു മുമ്പ് നമുക്ക് ദോശക്കല്ലൊന്ന് കഴുകി വെക്കാം. അരി വാങ്ങുന്നതിനിടയ്ക്ക് എന്തോ ഒച്ച കേട്ടു. പോയി നോക്കുമ്പോഴേക്കും കാറ്റിന് വാഴ ഒടിഞ്ഞ് വീണിട്ട് കിടക്കുന്നുണ്ട്. കരി പിടിച്ച കലമൊക്കെ ഒന്ന് കഴുകാനുണ്ട്. അതൊക്കെ ഒന്ന് കഴുകി വെക്കാം. അപ്പോൾ ഇനി ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ദോശ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ പിന്നെ വേറെ ഒരു ജോലിയും നടക്കില്ല. അതുകൊണ്ട് പുറത്തുള്ള ജോലിയൊക്കെ തീർത്തിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഞങ്ങളിവിടെ 3 പേരാണ് ഉള്ളത്. അപ്പം നമുക്ക് ഒരു 10 ദോശ ഉണ്ടാക്കിയാൽ മതിയാകും. അത് പെട്ടെന്ന് ചുട്ടെടുക്കാം. ദോശയുടെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പൊന്ന് വൃത്തിയാക്കാം.
അങ്ങനെ അടുപ്പിനടുത്തുള്ള പണിയൊക്കെ കഴിഞ്ഞു. ഇനി ദോശക്കൊരു കറി ഉണ്ടാക്കണം. അങ്ങനെ ഗ്രീൻ പീസ് കറി റെഡിയാക്കി. ഇനി ചോറിന് കൊണ്ടുപോകാൻ ഒരു കറി ഉണ്ടാക്കണം. തുവരക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോഴൊക്കെ നമുക്ക് രണ്ടാമത്തെ അടുപ്പിൽ തോരനുള്ള പരിപാടി നോക്കാം. ക്യാരറ്റ് തോരനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിവിടെ വേവിട്ട്. അപ്പോഴേക്കും നമുക്ക് പുറത്ത് കുറച്ച് പണിയുണ്ട്. ഒടിഞ്ഞു വീണ വാഴയൊക്കെ ഏട്ടൻ വൃത്തിയാക്കി. കളമൊന്ന് അടിച്ച് വൃത്തിയാക്കണം. കുറേ പേരക്കയൊക്കെ കാറ്റിന് വീണിട്ടുണ്ട്. എല്ലാം വവ്വാൽ കടിച്ചിട്ടതാണ്. മുറ്റം വൃത്തിയാക്കി വരുമ്പോഴേക്കും കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് അരച്ചത് ചേർക്കാം. കറി വാങ്ങിയ അടുപ്പിൽ തന്നെ വെള്ളച്ചായം ഉണ്ടാക്കി. ഇനി ഏട്ടന് കൊണ്ടുപോകേണ്ട ചോറ് പാത്രത്തിലാക്കാം. അങ്ങനെ അടുക്കളയിലെ പണിയൊക്കെ ഏകദേശം തീർന്നു. ഇനി ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാം. എനിക്ക് റേഡിയോ കേൾക്കുന്ന ശീലമുണ്ട് കേട്ടോ. അപ്പം രാവിലെ റേഡിയോ വെച്ചിട്ടാണ് ഞാൻ പണി തുടങ്ങുക. അങ്ങനെ അടുക്കള സെറ്റാക്കി വെച്ചു. അപ്പോഴേക്കും ഏട്ടൻ ഡ്യൂട്ടിക്ക് പോവാൻ ഇറങ്ങി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.